ഹായ് ഗായ്സ്, സുർമി ഗ്രോസിൻ്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നൊരു കിഡിലൻ ഇഡ്ഡലി റെസിപ്പിയാണ്. നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചാൽ പോലും മാവ് ചിലപ്പോൾ പൊങ്ങി വന്നെന്ന് വരില്ല. ഇഡ്ഡലിക്ക് സോഫ്റ്റും പെർഫെക്റ്റ്നെസ്സും കിട്ടില്ല. രാവിലെ അരച്ച് അരമണിക്കൂറിനുള്ളിൽ ഇഡ്ഡലി മാവ് രണ്ടിരട്ടിയായിട്ട് പൊങ്ങി വരാനുള്ളൊരു കിഡിലൻ ടിപ്പാണ്. അതുപോലെ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്നും അടിയിൽ പറ്റാതെ പെട്ടെന്ന് കിട്ടാനുള്ളൊരു കിഡിലൻ ട്രിക്കും ഉണ്ട്. ഈ ബാറ്റർ വെച്ച് തന്നെ നമുക്ക് ദോശയും അതുപോലെ ഇഡ്ഡലിയും ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. കൃത്രിമമായിട്ട് ഒരു പൗഡറും ചേർക്കാതെ, ഈസ്റ്റ് അതുപോലെ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മൾ സാധാ ചെയ്യുന്നതിൽ നിന്ന്. ഇതാ കണ്ടില്ലേ, നല്ല ഗുണ്ടുമണി ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, രണ്ട് ഭാഗവും ഒരുപോലെ ഉണ്ട്. അതുപോലെ ഇത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ദോശയാണ്. അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ട് മുകൾ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിട്ടും നല്ല ടേസ്റ്റുമാണ് ഈ ദോശ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സോഫ്റ്റ് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരി ഏത് രൂപത്തിലാണ് വെള്ളത്തിലിടേണ്ടത് എന്നാണ്. അതുമുതൽ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ഒരു കപ്പ് അരിയിലേക്ക് അതേ കണക്കിൽ അതേ കപ്പ് ഉഴുന്നും നമ്മൾ വെള്ളത്തിലിടണം. ഒരു കപ്പ് ഉഴുന്നും ഒരു കപ്പ് പച്ചരിയും എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അരക്കപ്പ് നമ്മളെ ചോറ് വെക്കുന്ന ഉരുണ്ട അരി അതിലേക്ക് ഇടണം. പച്ചരിയും ചോറ്റരിയും ഒരു പാത്രത്തിലിട്ടാലും ഉഴുന്നൊരിക്കലും അതിലേക്ക് ചേർക്കരുത്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് അരച്ചെടുക്കാൻ വേണം. അതുപോലെ തലേ ദിവസം നമ്മൾ ഉഴുന്നും അരിയും വെള്ളത്തിലിടണം. ആ ടൈമിൽ നമ്മൾ അതിലേക്ക് 1 സ്പൂണോ 2 സ്പൂണോ ഉപ്പ് ചേർക്കുക. എന്നാൽ പെട്ടെന്ന് നമ്മുടെ അരി പൊതിർന്നും കിട്ടും. അതുപോലെ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വെക്കണം അരി. അതിന് ശേഷമാണ് അതിലേക്ക് ഉപ്പിടേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഉപ്പ് വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഉപ്പിടുക. എന്നിട്ട് ആ വെള്ളം നമ്മൾ മാറ്റി വെക്കണം. ആ വെള്ളത്തിലാണ് നമ്മൾ ഈ മാവ് അരച്ചെടുക്കേണ്ടത്. അതുപോലെ എത്ര ഉഴുന്നുണ്ടോ അത്ര അളവിൽ നമ്മൾ വറ്റും ചേർക്കണം. ആദ്യം ചോറ്റരി ചേർത്തെന്ന് വെച്ചൊരിക്കലും നമ്മൾ ചോറ് സ്കിപ്പ് ചെയ്യരുത്. അത് ഇതിലേക്ക് എന്തായാലും ആഡ് ചെയ്യണം. ചോറും ഉഴുന്നും ഒരുമിച്ച് അരച്ചെടുക്കുക. അരിയും ഉഴുന്നും ഒരിക്കലും ഒരുമിച്ച് അരച്ചെടുക്കരുത്. അരച്ചെടുത്തതിന് ശേഷം ആ മാവ് നമ്മുടെ കയ്യിലൊന്ന് എടുത്തിട്ട് നോക്കുക ഉഴുന്ന്. എന്നിട്ട് അതൊന്ന് പച്ച വെള്ളത്തിൽ മുക്കി നോക്കുന്ന ടൈമിൽ ആ വെള്ളം കലങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരുമിച്ച് ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുക. എന്നിട്ട് ഒരു അരക്കപ്പ് വേണ്ട, ഒരു 1/4 കപ്പ് പച്ചരിപ്പൊടി, നമ്മൾ പത്തിരിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി കൂടെ ഇതിലേക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇത് നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മാത്രം ചേർത്താൽ മതി. തലേ ദിവസം അരച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ടൈമിൽ തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം വെള്ളത്തിലിടുന്ന ആ ഉപ്പിട്ട വെള്ളം ഒരിക്കലും ഒഴിവാക്കരുത്. അതാണ് ഇത് പൊങ്ങാനുള്ള മെയിൻ കാരണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചിട്ട് മുകളിൽ ഒരു കനത്തിൽ എന്തെങ്കിലും വെക്കുക, മൂടിയുടെ മുകളിൽ ആവി കയറാതിരിക്കാൻ. നമ്മളിത് കുക്കറിലാണ് ഇങ്ങനെ ചെയ്തിട്ട് വെക്കുന്നതെങ്കിലും പെട്ടെന്ന് പൊങ്ങി കിട്ടും. കുക്കറിൽ മാവ് വെച്ചിട്ട് ചൂടാക്കൊന്നും വേണ്ട. വിസിലൊക്കെ ഇട്ടിട്ടൊന്ന് മൂടി വെക്കുക, ടൈറ്റ് ആക്കിയിട്ട്. ആവി കടക്കരുത്, അതാ വേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഒരു കനത്തിലൊരു വേറെ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സൊക്കെ ആക്കി നന്നായിട്ട് ആക്കി ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ പാത്രം തുറന്നപ്പോൾ പകുതി ഉണ്ടായിരുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കരുത്. അതിന് വേണ്ടിയിട്ട് പോലും ഈ മാവ് നമ്മൾ ഇളക്കി ഇതിൻ്റെ പത കളയരുത്. ജസ്റ്റ് ഒന്ന് ഇളക്കാന്ന് മാത്രം. ഉപ്പെല്ലാം ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, എൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇത് ഇഡ്ഡലി ഒന്ന് ചുട്ട് നോക്കാം. മാവ് ഒഴിക്കുമ്പോൾ അതുപോലെ ഒരുപാട് ഉയർത്തി ഒഴിക്കരുത്. ഉയർത്തി ഒഴിക്കുമ്പോൾ ആ മാവ് പരകും, ഇതിൻ്റെ സോഫ്റ്റ് പോവും. നല്ല ഗുണ്ടുമണിയായിട്ട് കിടക്കണമെങ്കിൽ ഇതുപോലെ താഴെ വെച്ചിട്ട് സ്ലോ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയിരുന്ന ടൈമിൽ അവിടുത്തെ ഏട്ടൻ പറഞ്ഞു തന്നതായിരുന്നു ഈ ട്രിക്കെല്ലാം.
അട ഇഡ്ഡലി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും. ഇവിടെ പുളിപ്പ് കൂടിയിട്ട് മക്കൾക്കൊന്നും ഇഡ്ഡലി വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കഴിക്കും ഈ രീതിയിലായതുകൊണ്ട്. ഈ ഇഡ്ഡലി എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആരും ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. അതുപോലെ നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളാരും അറിയിക്കുന്നില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാലും ഇല്ലെങ്കിലും അത് കമൻസായിട്ട് നിങ്ങളൊന്ന് അറിയിക്കണം. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഒരുപാട് ടൈം വൈകും. കാരണം ഈ പാത്രത്തിൽ നിന്ന് ചൂടാറാതെ നമുക്ക് നല്ല വൃത്തിയിൽ ഇത് കിട്ടാൻ പ്രയാസമാണ്. ഞാനെല്ലാം ആദ്യം ഇഡ്ഡലി ഉണ്ടാക്കുന്ന ടൈമിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അവരുടെ ഇഡ്ഡലി ചെമ്പിലെ ഈ തട്ടും കൂടി വാങ്ങിക്കൊണ്ടുവരാറായിരുന്നു പതിവ്. പക്ഷെ അതിനൊരു കിടിലൻ ട്രിക്ക് ഉണ്ട്. ഈ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഒരു ഇത്തിരി വെള്ളം വിതറി കൊടുത്താൽ മാത്രം മതി. 2 മിനിറ്റ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഇഡ്ഡലി നമുക്ക് തട്ടിൽ നിന്നും വേർപ്പെടുത്തിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുമരിൽ എവിടെയെങ്കിലും ഒന്ന്, ഇഡ്ഡലിയുടെ മുകളിലേക്ക് ഒരുപാട് വെള്ളം ആക്കരുത്, ആ ചുറ്റുവശങ്ങളിൽ ഒത്തിരി വെള്ളം വിതറി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കുക. അപ്പോഴേക്ക് നമ്മുടെ വെള്ളം തിളക്കുമ്പോഴേക്ക് നമുക്ക് അടുത്ത ഇഡ്ഡലി നമുക്ക് തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാനാവും. ഒരുപാടൊന്നും അടിയിൽ പറ്റാതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പറ്റിയിട്ട് ആ ഇഡ്ഡലിയുടെ അടിഭാഗം ഒരു വൃത്തി ഉണ്ടാവില്ല. അതാ എൻ്റെ ഇഡ്ഡലി കണ്ടില്ലേ, പെട്ടെന്ന് നല്ല രീതിയിൽ 2 ഭാഗവും ഒരുപോലെ ഉണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ഇഡ്ഡലി പെട്ടെന്ന് നമുക്ക് കിട്ടും. എന്ന് വെച്ചിട്ട് ഇഡ്ഡലി വെള്ളം പോലെ ആവുന്നില്ല, ഒരുപാട് വെള്ളം കുടയരുത്. അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ മാത്രം ഒരു ഇത്തിരി വെള്ളം കുടഞ്ഞെടുത്താൽ മതി, ഓവറായാൽ കൊളാവുക. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ബാറ്റർ തന്നെ മതി നമുക്ക് ദോശയും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഇതുപോലെ ഞങ്ങളിടുന്ന എല്ലാ തരം കിടുക്കാച്ചി വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. 9K കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതിനെല്ലാവരോടും നല്ല താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.